1987 ഒരു സാധാരണ ദിവസം ജപ്പാനിലെ പ്രശസ്തമായ യൊനാഗുനി ദ്വീപിന്റെ പരിസരത്ത് സ്കൂബ ഡൈവിങ്ങിന് പറ്റിയ സ്ഥലം അന്വേഷിച്ച് നടക്കുകയായിരുന്നു കിഹാച്ചിറോ അറാട്ടാക്കെ എന്ന ഡൈവർ. ഡൈവിങ്ങിനായി താൻ കണ്ടെത്താൻ പോകുന്ന സ്ഥലം ലോകം അന്നുവരെ വിശ്വസിച്ചിരുന്ന ചരിത്രത്തെയും സിവിലൈസേഷനെ കുറിച്ചുള്ള ധാരണകളെയും ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ളതാകുമെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. കടലിനടിയിൽ താൻ കണ്ട കാഴ്ചകൾ അറാട്ടാക്കയെ അത്യധികം ആഹ്ലാദിപ്പിച്ചു, ഒപ്പം ചെറുതല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ അയാൾ തന്റെ കണ്ടെത്തൽ രഹസ്യമാക്കി വെക്കാനായിരുന്നു ശ്രമിച്ചത്. അജ്ഞാതമായി കിടക്കുന്ന യൊനാഗുനി ദ്വീപിന്റെ നിധിയാണ് തന്റെ കൺമുന്നിൽ വെളിപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞതോടെ ആ സ്കൂബ ഡൈവർ ആ രഹസ്യം ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ശാസ്ത്രലോകം രണ്ട് തട്ടിലായി തിരിഞ്ഞ് പരസ്പരം തർക്കിക്കുകയാണ്. അപ്പോൾ എന്താണ് അറാട്ടാക്കെ കണ്ടെത്തിയ നിധി? 1987 കഴിഞ്ഞിട്ട് 38 വർഷം പിന്നിട്ടിട്ടും തീരാത്ത തർക്കങ്ങൾക്കും ചർച്ചകൾക്കും കാരണമായ എന്തായിരിക്കും അയാൾ യൊനാഗുനി ദ്വീപിലെ കടലാഴങ്ങളിൽ 90 അടി താഴ്ചയിൽ കണ്ടത്? ഭൂമിയിൽ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും ഉയരം കൂടിയതുമായ മനുഷ്യനിർമ്മിത വാസ്തുശില്പമായി കരുതപ്പെടുന്നതാണ് ഈജിപ്തിലെ ഗിസ പിരമിഡ്. ക്രിസ്തുവിന് 2750 വർഷങ്ങൾക്ക് മുൻപ് ഖുഫു എന്ന ഫറോവ സ്വന്തം ശവകുടീരം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി പണി കഴിപ്പിച്ചതാണിത്. പ്രാചീന സപ്താത്ഭുതങ്ങളിൽ അവശേഷിക്കുന്ന ഒന്നേയൊന്ന്. ഈജിപ്തിലെ 4ാം രാജവംശത്തിന്റെ കാലത്ത് ഏതാണ്ട് 4500 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ടതാണ് ഇതെന്ന് കരുതപ്പെടുന്നു. എന്നാൽ അറാട്ടാക്കെ കടലിനടിയിൽ കണ്ടെത്തിയ അത്ഭുതത്തിന് ഏകദേശം 10,000 വർഷങ്ങൾക്കുമേൽ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇനി എന്താണ് ആ അത്ഭുതമെന്ന് നോക്കാം. പിരമിഡിന് സമാനമായ സ്തൂപങ്ങളും പടികളും തൂണുകളും പല ആകൃതികളിലുള്ള പാറകളും നിറഞ്ഞ അത്ഭുതം, അതായിരുന്നു അറാട്ടാക്കെ കണ്ടെത്തിയത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ കാലപ്പഴക്കം തന്നെയാണ് ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത്. ഗിസയിലെ ഗ്രേറ്റ് പിരമിഡുകളെക്കാളും 5000 വർഷം പഴക്കമുള്ള നെതർലൻഡിലെ സ്റ്റോൺഹെഞ്ചിനേക്കാളും പഴക്കമുള്ളതാകും കടലിനടിയിലെ നിർമ്മിതികൾ. അത് അംഗീകരിച്ചാൽ ഇതുവരെ നാം വിശ്വസിച്ചു പോന്നതും പഠിച്ചതുമായ സിവിലൈസേഷനെ കുറിച്ചുള്ള ചരിത്രങ്ങളെല്ലാം മാറ്റി എഴുതേണ്ടി വരും. ഇതോടെ ഗവേഷകർ രണ്ടു തട്ടായി. അറ്റ്ലാന്റിക്കിൽ മറഞ്ഞുപോയെന്ന് കരുതുന്ന ഭാവന നഗരമായ അറ്റ്ലാന്റിസ് നഗരത്തോടാണ് ഒരു കൂട്ടം ഗവേഷകർ ഈ പ്രദേശത്തെ ഉപമിച്ചത്. അങ്ങനെ ജപ്പാനീസ് അറ്റ്ലാന്റിസ് എന്ന പേരും വീണു. ഇത് മനുഷ്യനിർമ്മിതമല്ലെന്നും കാലചക്രത്തിന്റെ ഒഴുക്കിൽ കടലിനടിയിൽ സ്വാഭാവികമായി രൂപപ്പെട്ട നിർമ്മിതികളാണെന്നും നിഗൂഢ സിദ്ധാന്തങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ഒരു വിഭാഗം വാദിക്കുമ്പോൾ, ഭൂമിയിൽ അന്യഗ്രഹജീവികൾ വന്നുപോയതിന്റെ തെളിവാണ് കടലിനടിയിൽ അവശേഷിക്കുന്നതെന്നും അജ്ഞാതരായ അന്യഗ്രഹവാസികളുടെ നിർമ്മിതിയാണിതെന്നും കോൺസ്പിറസി തിയറിസ്റ്റുകൾ വിശ്വസിക്കുന്നു. ഒറ്റനോട്ടത്തിൽ ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിർമ്മിച്ചെടുത്തതുപോലെ തോന്നും യൊനാഗുനിയിലെ കടലിനടിയിലെ രൂപങ്ങൾ കണ്ടാൽ. ഇതിലെ ഏറ്റവും ഉയർന്ന സ്തൂപത്തിന് ഏകദേശം 500 അടി നീളവും 130 അടി വീതിയും 90 അടി ഉയരവുമുണ്ട്. കളിമണ്ണും ചെളിയും ചേർന്നുള്ള ചെളിക്കല്ല് അഥവാ മഡ് സ്റ്റോൺ എന്ന ഇനം പാറയും ചുണ്ണാമ്പുകല്ലും ചേർന്നാണ് നിർമ്മിതി. സ്തൂപത്തിന്റെ മുകൾ ഭാഗവും ജലോപരിതലവും തമ്മിലുള്ള വ്യത്യാസം വെറും 16 അടി മാത്രമാണ്. ഇതിനൊപ്പം നക്ഷത്രാകൃതിയിലുള്ള ഒരു സ്റ്റേജും 33 അടി വീതിയുമുള്ള ചുമരും കല്ലുകൊണ്ടുള്ള വൻ സ്തൂപങ്ങളുമെല്ലാം ചേർന്നതാണ് യൊനാഗുനി സ്മാരകം എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഈ സ്ഥലം. ജപ്പാനിലെ ഒരു കൂട്ടം ഗവേഷകർ ഈ സ്ഥലത്തിന്റെ രഹസ്യം കണ്ടെത്താനായി ഇറങ്ങിത്തിരിച്ചു. നിർമ്മിതിയുടെ കാലപ്പഴക്കവും രൂപഘടനയും എല്ലാം പരിശോധിച്ച് ഇത് മനുഷ്യനിർമ്മിതമാണോ അതോ പ്രകൃതിയുടെ അത്ഭുതമാണോ എന്നതിനെക്കുറിച്ചായിരുന്നു പ്രധാന അന്വേഷണം. അമ്പരപ്പിക്കുന്നതും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതുമായിരുന്നു അന്വേഷണങ്ങളിൽ ഗവേഷകർക്ക് മുന്നിൽ തെളിഞ്ഞ വസ്തുതകൾ. നിർമ്മിതിയിലെ സ്തൂപങ്ങൾക്ക് ഏകദേശം 2000 കൊല്ലത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. എന്നാൽ സ്തൂപം നിർമ്മിച്ച കല്ലുകൾക്ക് ഏകദേശം 2 കോടി വർഷത്തെ പഴക്കമുണ്ട്. ഗവേഷണ സംഘത്തിലുണ്ടായിരുന്ന മറൈൻ സീസ്മോളജിസ്റ്റായ മസാക്കി കിമോറോ അവകാശപ്പെടുന്നത് ഈ നിർമ്മിതിയിൽ മനുഷ്യന്റെ കൈ പതിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ്. ഗവേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇത് മനുഷ്യനിർമ്മിതമാണോ എന്ന് സംശയിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. തന്റെ കണ്ടെത്തലുകൾ പിന്നീട് കിമോറോ പുറത്തിറക്കിയിരുന്നു. ഒന്നുകിൽ ഈ നിർമ്മിതി പൂർണ്ണമായും മനുഷ്യൻ നിർമ്മിച്ചത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് നിശ്ചയം എന്നാണ് കിമോറോയുടെ വാദം. നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് കരയിലായിരുന്നിരിക്കാമെന്നും പിന്നീട് കടലിൽ മുങ്ങിയതാകാമെന്നും അദ്ദേഹം കരുതുന്നു. എന്നാൽ
2000 വർഷങ്ങൾക്ക് മുൻപ് ജപ്പാനിൽ കൽപ്പണിക്കാർ ഏറെ ഉണ്ടായിരുന്നെങ്കിലും ഇതുപോലെ കൂറ്റൻ സ്തൂപങ്ങൾ നിർമ്മിക്കാനും മാത്രം ശേഷിയും വൈദഗ്ധ്യവും അവർക്കുണ്ടായിരുന്നോ എന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു കൂട്ടം ഗവേഷകർ ചോദിക്കുന്നു. യൊനാഗുനിയിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളും കടലിലെ ഒഴുക്കും ചേർന്ന് സ്വാഭാവികമായി രൂപപ്പെട്ട പ്രകൃതിയുടെ അത്ഭുതം മാത്രമാണിതെന്നാണ് ഈ വിഭാഗം ഗവേഷകർ വാദിക്കുന്നത്. പക്ഷേ അപ്പോഴും ചതുരാകൃതിയിലുള്ള പാറകളും മൂർച്ചയേറിയ അരികുകളും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. കടൽത്തിരയേറ്റ് അരികുകൾക്ക് ഇത്ര മൂർച്ചയുണ്ടാകില്ല. ഇത് ആയുധം ഉപയോഗിച്ച് ചെത്തിമിനുക്കിയതിന് സമാനമാണ്. ഒപ്പം ഒരേ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള രൂപങ്ങളും ഗവേഷകർക്ക് തലവേദനയുണ്ടാക്കുന്നു. ഇത് മനുഷ്യനിർമ്മിതിയാണെന്ന് വാദിക്കുന്നയാളാണ് ഗ്രഹാം ഹാൻകോക്ക് എന്ന എഴുത്തുകാരൻ. അദ്ദേഹം പറയുന്നത്, കൊത്തിയെടുത്തതുപോലുള്ള പടികളും മെഗാലിത്തുകളും കമാനങ്ങളും കല്ലിലെ മുഖം പോലുള്ള കൊത്തുപണികളുമെല്ലാം ബുദ്ധിപരമായ രൂപകൽപ്പനയുടെ വ്യക്തമായ അടയാളങ്ങളാണെന്നാണ്. യൊനാഗുനി സ്മാരകത്തിന്റെ കാലപ്പഴക്കമാണ് അതിനെ നിഗൂഢമാക്കുന്നതും ഒത്തുതീർപ്പിലെത്താത്ത ചർച്ചകൾക്ക് കാരണമാക്കുന്നതും. ഗവേഷണങ്ങളിലൂടെ ഇത് മനുഷ്യനിർമ്മിതമാണെന്ന് തെളിഞ്ഞാൽ വാസ്തുവിദ്യയുടെ അറിയപ്പെടുന്ന ആദ്യകാല ഉദാഹരണങ്ങളിലൊന്നായ തുർക്കിയിലെ ഗോബക്ലി ടെപ്പോയ്ക്കൊപ്പം യൊനാഗുനി സ്മാരകത്തെയും ഉൾപ്പെടുത്തേണ്ടി വരും. കടലിലെ കടങ്കഥയായി യൊനാഗുനി സ്മാരകം സഞ്ചാരികളെ ആകർഷിച്ച് നിലകൊള്ളുകയാണ്. ഇനിയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മനുഷ്യൻ തയ്യാറാണെങ്കിൽ ചരിത്രത്തെ മാറ്റിയെഴുതാൻ ശേഷിയുള്ള കഥകൾ ഇനിയും ബാക്കിയുണ്ടെന്ന ഓർമ്മപ്പെടുത്തലുമായി.